ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേവയാനം ചുമർ ചിത്രകലാ പഠന കേന്ദ്രം ചേവരമ്പലത്ത് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. പൂക്കാട് കലാലയം പ്രസിഡന്റ് UK രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ദേവയാനം ചുമർ ചിത്രകലാ പഠന കേന്ദ്രത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ പഠന കേന്ദ്രം സജ്ജമാക്കിയത്. പ്രശസ്ത ചുമർ ചിത്രകലാകാരൻ സതീഷ് തായാട്ടാണ് ഡയറക്ടർ. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്രകലാ പഠന കേന്ദ്രത്തിൽ നിന്നും ഗുരുകുല സമ്പ്രദായത്തിൽ 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി നിരവധി പഠന ക്യാമ്പുകൾക്കും ചുമർ ചിത്രകലാ പ്രദർശനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സതീഷ് തായാട്ടിന്റെ നേതൃത്വത്തിൽ 30ഓളം വിദ്യാർത്ഥികളാണ് ദേവയാനത്തിൽ പഠനം തുടരുന്നത്. ഏകദേശം 35ഓളം വിദ്യാർത്ഥികളാണ് ഈ ഒരു ദേവയാനത്തിൽ പഠിക്കുന്നത്. വിവിധ ജില്ലകളിലായിട്ടുള്ള വിവിധ പ്രായത്തിലുള്ള ആളുകളാണ് ഇവിടുത്തെ പഠനം. ആഴ്ചയിൽ 2 ക്ലാസ്സുകളായിട്ടാണ്, ശനി ഞായർ ദിവസങ്ങളാണ് ക്ലാസ് നടക്കുന്നത്. പല 4 വർഷത്തെ കോഴ്സായിട്ടാണ് ഓരോ വർഷങ്ങളിലും പരീക്ഷയോടുകൂടിയുള്ള ഒരു സിലബസ് ക്രമീകരണമാണ് ഇവിടുത്തെ പഠന രീതി. പുതിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പൂക്കാട് കലാലയം പ്രസിഡന്റ് UK രാഘവൻ നിർവഹിച്ചു. ഒരു നാടിന് വേണ്ടത് നല്ല ഗുരുനാഥന്മാരാണ്. ഇവിടെ പഠിക്കുന്നവർ അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപക്ഷെ ഗുരുനാഥനേക്കാളോ അല്ലെങ്കിൽ അവരുടെ പൂർവികരെക്കാളോ ഉയരത്തിലെത്തുന്നവരും ഉണ്ടായിരിക്കാം. ഉദ്ഘാടന പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തായാട്ട് അധ്യക്ഷനായിരുന്നു. ചുമർ ചിത്രകലാകാരൻ PP രാജേന്ദ്രൻ കർത്ത ദേവയാത്ര റിലീസ് നിർവഹിച്ചു. അരവിന്ദ് ബാബു, രാജി മാലിക, മുനീർ അഗ്രഗാമി, ജയന്തി വടക്കേടം, ദേവി മുല്ലപ്പള്ളി, സതീഷ് തായാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് AK മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ഈവനിങ്ങും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മങ്ങന്തറ ശ്രീ ഭഗവതി